നമസ്കാരം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം തിയേറ്റർ റിലീസായി വന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ചിത്രം പറയുന്നത്. വേണു, മുരളി എന്നിവർ. നാടകവും സിനിമയും ഒക്കെ ഇഷ്ടമായ വേണു അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും കാര്യമായി ഒന്നും നടക്കുന്നില്ല എന്നുകൂടെ പറയാം. മുരളിയുടെ കമ്പം സംഗീതത്തിലാണ്, അതിൽ മിടുക്കനുമാണ്. നാട്ടിലെ നാടക അവതരണ സമയത്ത് മുരളിയുടെ കഴിവിൽ വേണു അത്ഭുതപ്പെടുന്നതൊക്കെ കാണാം. അവരുടെ സൗഹൃദം വലുതാവുകയും അങ്ങനെ ആഗ്രഹങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ മദിരാശിക്ക് പോകുന്നതുമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയാവുന്നത്. വർഷങ്ങൾക്ക് മുന്നേ സിനിമ നിർമ്മിക്കപ്പെട്ടിരുന്ന സാഹചര്യം, സിനിമയിൽ എത്താനുള്ള ശ്രമങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ, അങ്ങനെ രണ്ട് സുഹൃത്തുക്കളിലൂടെ സിനിമ എന്ന മാജിക്കിൻ്റെ കഥ കൂടെ പറയാനുള്ള വിനീത് ശ്രീനിവാസന്റെ ശ്രമമാണ് വർഷങ്ങൾക്ക് ശേഷം. ഒട്ടനവധി അഭിനേതാക്കൾ വന്നു പോകുന്നുണ്ട് ചിത്രത്തിൽ. ചെറുതോ വലുതോ എന്നതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം കഥാപാത്രങ്ങൾക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന പേര് പല രീതിയിൽ സിനിമ കാണുന്ന ഒരാൾക്ക് പരിഗണിക്കാമെന്ന് തോന്നും. ഇത്രയും വർഷങ്ങളിലുള്ള പ്രകടനങ്ങൾ നോക്കിയാൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന പെർഫോമറെ പുതുക്കിയെടുത്ത കഥാപാത്രം കൂടെയാണ് വേണു. സ്കൂൾ കാലഘട്ടം മുതൽ പ്രസന്റിലെ വേണു വരെയുള്ള അയാളുടെ യാത്രയെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതിനും അപ്പുറമുള്ള വേണു എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തെ ധ്യാൻ പ്രകടനത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കൺട്രോൾഡായി ഗംഭീരമായി ആ കഥാപാത്രത്തെ ക്യാരി ചെയ്ത് പോയിട്ടുമുണ്ട്. അയാളുടെ വിജയങ്ങളിലെ പുഞ്ചിരിയും പരാജയങ്ങളിലെ നിസ്സഹായതയും മികവോടെ സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുമുണ്ട്. പ്രായമായ വേഷത്തിലെത്തുമ്പോഴുള്ള സംഭാഷണങ്ങളൊക്കെ ആണെങ്കിലും അത് നല്ല ആ മോഡുലേഷനൊക്കെ ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട്. മുരളിയുടെ വേഷത്തിലെത്തുന്നത് പ്രണവ് മോഹൻലാലാണ്. മദിരാശി ജീവിതത്തിൻ്റെ തുടക്കകാലമൊക്കെ കിടലിനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള കാലം എത്തുമ്പോൾ സൗണ്ട് മോഡുലേഷനൊക്കെ മികവിലെത്തേണ്ടിയിരുന്നു എന്ന് തോന്നി. ശബ്ദത്തിൽ പഴയ മുരളിയാണല്ലോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. മുരളി, വേണു എന്നിവരുടെ ഒരു ബോണ്ടിങ് സിനിമയുടെ പ്രധാന വിഷയം തന്നെയാണ്. പ്രകടനത്തിൽ അത് മികച്ച രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുമുണ്ട്. രണ്ടാം പകുതിയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന പേര് ശരിക്കും അന്വർത്ഥമാക്കുന്നത് നിവിൻ പോളിയുടെ പ്രകടനത്തിലൂടെയാണ്. കഴിഞ്ഞ 7 പടങ്ങൾ പൊട്ടിയ നിതിൻ മോളി എന്ന കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ഈ സിനിമ മൊത്തത്തിലെടുക്കുന്നൊരു ടേൺ ഉണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ സേവിങ് ഫാക്ടർ എന്നത് അത് തന്നെയാണ്. നിവിൻ അത് ഗംഭീരമായി ചെയ്തിട്ടുമുണ്ട്. അസാധ്യ ടൈമിംഗ്, അസാധ്യ പ്രകടനം, സെൽഫ് ട്രോൾ സംഭവമൊക്കെ അജ്ജാതി പരിപാടിയായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല, കണ്ടു തന്നെ അറിയാം, ആഘോഷിക്കാം. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നിവിൻ ഈസ് ബാക്ക്. അജു വർഗീസ് നല്ല റോളായിരുന്നു, അത് നീറ്റായി തന്നെ ചെയ്തിട്ടുമുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറുടെ വേഷത്തിലെത്തുന്ന ബേസിൽ ജോസഫും നല്ല പ്രകടനം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ സിനിമയുടെ ഗ്രാഫ് ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുമുണ്ട്. നീത പിള്ളൈ, കലേഷ് രാമാനന്ദ്, ഭഗത്, അശ്വത്, കല്യാണി പ്രിയദർശൻ, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഷാൻ റഹ്മാന്റെ റോൾ രസമായിരുന്നു. സംഗീതത്തിന് വലിയ പ്രാധാന്യമുള്ള ചിത്രം കൂടെയാണ് വർഷങ്ങൾക്ക് ശേഷം. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നിവിൻ്റെ സെക്ഷനിൽ വരുന്ന പാട്ടും പശ്ചാത്തല സംഗീതമൊക്കെ കിട്ടലിനായിരുന്നു, രസമായിരുന്നു. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ട്രാക്ക് ഉണ്ട്, അതും ഇഷ്ടപ്പെട്ടു. അതിനപ്പുറം സംഗീതം എന്നതൊരു ഗംഭീര വർക്കായി എനിക്ക് അനുഭവപ്പെട്ടില്ല. ഒരു ഇൻറ്റൻസ് ഫീൽ ലഭിക്കാതെ പോയി പലപ്പോഴും എന്നതുകൂടെയുണ്ട്. ആർട്ട് വർക്ക് നോക്കുകയാണെങ്കിലും ആ കാലഘട്ടത്തെ എത്രത്തോളം മികച്ച രീതിയിൽ ഫീൽ ചെയ്യിപ്പിക്കുന്നു എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. കാലഘട്ടങ്ങൾ പലതും വരുമ്പോൾ അഭിനേതാക്കളുടെ കാര്യത്തിൽ നീതി പുലർത്തുമ്പോഴും സ്ക്രീനിലെ കാഴ്ചകൾക്ക് ആ അനുഭവം മികച്ച രീതിയിൽ നൽകാൻ സാധിച്ചു എന്നും തോന്നിയില്ല. ആദ്യ പകുതി കഥ എന്ന നിലയിൽ ഇങ്ങനെ പോകുന്നു, ഡ്രാമയാണ്, കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നിവിൻ്റെ വരവോടുകൂടിയാണ് സിനിമ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അവിടെ നിന്നും മൊത്തത്തിൽ സിനിമ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നതുമുണ്ട്. ചിത്രത്തിൻ്റെ സംഗീതം, പശ്ചാത്തല സംഗീതം കൈകാര്യം ചെയ്ത് അമൃത് രാംനാഥാണ്. ഛായാഗ്രഹണം വിശ്വജിത്ത്, എഡിറ്റിംഗ് രഞ്ജൻ എബ്രഹാം എന്നിവരുമാണ് നിർവഹിച്ചത്. വിഷ്വൽസ് രസമായി തന്നെ വന്നിട്ടുണ്ട്. സാധാരണ വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങൾക്ക് പ്രേക്ഷകനുമായി കണക്ട് ചെയ്യുന്ന ഒരു മാജിക് തിയേറ്ററിൽ അനുഭവിക്കാൻ പറ്റാറുണ്ട്. ഇവിടെ രണ്ട് സുഹൃത്തുക്കളുടെ ഒരു വലിയ കാലഘട്ടം കൂടെയാണ് പറയുന്നത്. പ്രണയവും സൗഹൃദവും മുന്നേറ്റങ്ങളും തിരിച്ചടികളുമൊക്കെയായി ആ രണ്ടുപേരുടെ യാത്ര കൂടെയാണ് വർഷങ്ങൾക്ക് ശേഷം. ഓരോ എപ്പിസോഡായി വരുന്നു, പക്ഷെ ചിലയിടങ്ങളിൽ ഒരു ഒഴുക്ക് മിസ് ചെയ്യുന്നത് പോലെയായിരുന്നു. മുരളിയുടെ പഠനകാലത്തെ പ്രണയ ട്രാക്കിന് കാര്യമായൊരു ഇമ്പാക്റ്റ് സമ്മാനിക്കാൻ സാധിച്ചിട്ടുമില്ല. രണ്ട് സുഹൃത്തുക്കളുടെ യാത്രയേക്കാൾ എഫക്റ്റീവായി എനിക്ക് ഫീൽ ചെയ്തത് രണ്ടാം പകുതിയിൽ വരുന്ന കോമഡി സംഭവങ്ങളൊക്കെയാണ്. സെൽഫ് ട്രോളുകളൊക്കെ അന്യായമായിരുന്നു. എൻ്റർടൈനർ എന്ന നിലയിൽ സിനിമയെ അത് നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്യുന്നുമുണ്ട്. എന്നെ സംബന്ധിച്ചോളം വർക്കാവാതെ പോയ കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. രണ്ടാം പകുതി അതിനെയൊക്കെ കവച്ച് വെച്ച് തന്നെ മുന്നേറുന്നുമുണ്ട്. നിവിൻ വരുന്നതോടുകൂടെ പടം വേറെ പരിപാടിയാണ്. രസമായി തന്നെ ആ പേസ് നിലനിർത്തുന്നുമുണ്ട്. നന്നായി ചിരിക്കാനുള്ളതുണ്ടായിരുന്നു. പടം ഇഷ്ടപ്പെട്ടു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.